തീർച്ചയായും ആദ്യം കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഒരു നിരീക്ഷണ പറക്കൽ നടത്തി ഈ പ്രദേശം എത്രത്തോളം സുരക്ഷിതമാണ്, അതായത് ഈ ഹെലിപാഡ് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തി. കാരണം ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഒരു ഹെലിപാഡാണ്. അപ്പോൾ അതിന്റെ ഒരു ക്രമീകരണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ അത് കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ തിരച്ചിലിനാവശ്യമുള്ള ഹെലികോപ്റ്റർ ഇവിടേക്ക് പറന്നെത്തുകയും അതിപ്പോൾ ലാൻഡ് ചെയ്തു. അത് അല്പമൊന്ന് ഉയർന്ന് വീണ്ടും താഴ്ന്ന് ആ ഒരു പ്രദേശം എത്രത്തോളം ഈ ലാൻഡിങ്ങിന് സുരക്ഷിതമാണ് എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതു സമയവും ഹെലികോപ്റ്റർ ഇവിടേക്ക് ലാൻഡ് ചെയ്യണം, ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യങ്ങളുണ്ടാകും, മറ്റ് അടിയന്തര ആവശ്യങ്ങളുണ്ടാകും. അക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഹെലിപാഡ് എത്രത്തോളം ഇതിന് സുരക്ഷിതമാണ് എന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടാവും ഈ ഹെലികോപ്റ്റർ ഇവിടെ നിന്നും തിരച്ചിൽ ഘട്ടത്തിലേക്ക് കടക്കുക. ഏതായാലും തിരച്ചിൽ ഇവിടെ നിന്നും ആരംഭിക്കുമ്പോൾ ഇതിനാവശ്യമായ ഇന്ധനം അത് എത്രത്തോളം ഇത് ഫ്ലൈ നടത്തും, അത് ഫ്ലൈയിങ്ങിന് ശേഷം അത് ഇവിടെ തിരികെ എത്തി അതിൽ ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യങ്ങൾ, അത്തരം ഘട്ടങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇതെന്തായാലും ഇവിടെ നിന്നും നിരീക്ഷണത്തിനായി അല്ലെങ്കിൽ തിരച്ചിലിനായി പോവുക. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇന്ത്യൻ ഓയിൽ ഏവിയേഷന്റെ ഉദ്യോഗസ്ഥരാണ്. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസ്, അതായത് എത്രത്തോളം ഇന്ധനം ഇതിലേക്ക് ആവശ്യമുണ്ട്, ഇവർ ഇവിടെ എത്തിച്ച ഒരു ടാങ്കറിൽ 1500 ലിറ്റർ ഈ ഇന്ത്യൻ ഓയിൽ ഏവിയേഷൻ അതിനാവശ്യമായുള്ള ഇന്ധനം ഇവിടെ നിറച്ചിട്ടുണ്ട്. ഈ ഒരു ഇന്ധന ടാങ്കറിൽ നിന്നായിരിക്കും ഇതിലേക്ക് ആവശ്യമായ, അതായത് ഒറ്റ തവണ ഏകദേശം ഇതൊരു യാത്ര നടത്തി പൂർണ്ണമായ യാത്ര നടത്തണമെങ്കിൽ 300 ലിറ്ററാണ് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇന്ധനം നിറയ്ക്കുക എന്നത് കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പം ആ ഒരു സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇത് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുക. ഏതായാലും ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി അല്ലെങ്കിൽ അത് പൂർത്തിയായി വരികയാണ്. ഏതായാലും എത്രത്തോളമാണ് ഈ നിരീക്ഷണ പറക്കലിന് ഇവിടം അനുയോജ്യം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സ്വാമി നമസ്കാരം സ്വാമി, എങ്ങനെയുണ്ട്? നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് പൂർത്തീകരിച്ച ഒരു ഉദ്യമമാണ് അല്ലേ സ്വാമി? അതെ അതെ, അത് ഒരു ദിവസം രാത്രി ഒരു 7 മണി 8 മണിയായപ്പോഴാണ് സ്വാമിജി വിളിച്ചു. സ്വാമിജി US-ലാണ്. സ്വാമിജി വിളിച്ചു, ഇങ്ങനെ ചെറിയൊരു ആവശ്യമുണ്ട്, ഈ കടലിൽ പോയ ആളുടെ തിരയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേവിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം സുരേഷ് ഗോപി വിളിക്കും എന്ന് പറഞ്ഞിട്ട് സ്വാമിജി എൻ്റെ നമ്പർ കൊടുത്തു. പിന്നെ സുരേഷ് ഗോപി സാറ് വിളിച്ചു. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇപ്പം കൊല്ലത്ത് ആശ്രമത്താണ് വേറൊരു ഓപ്ഷനുള്ള, പക്ഷേ അവിടെ ഓണത്തിൻ്റെ എന്തോ സ്റ്റാളുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പറ്റുമോ എന്നറിയില്ല. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പം ഇവിടെ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മഴയായിരുന്നല്ലോ, അപ്പം ഗ്രൗണ്ട് കണ്ടീഷൻ ഒന്നും നോക്കണം, അപ്പം ഉടനെ തന്നെ നോക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ കൺസ്ട്രക്ഷൻ ടീമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇത് ഡബിൾ എഞ്ചിനാണ്, വലിയ ഹെലികോപ്റ്ററാണ്. അപ്പോൾ അത് ഇറങ്ങാനുള്ള സൗകര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കളക്ടർ വിളിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ കളക്ടർ വിളിച്ചില്ല. എനിക്ക് തോന്നുന്നു കളക്ടർ ഇതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ബാക്കി ഡയമെൻഷൻസും ഡീറ്റെയിൽസും പിന്നെ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെ എല്ലാം കിട്ടി. അപ്പോൾ പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര മെറ്റീരിയൽസ് വേണം അതിൻ്റെ നോക്കി. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ സ്റ്റോക്കിലുണ്ടായിരുന്നു, അഗ്രിഗേറ്റ്സ് കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻ്റർലോക്ക് ടൈൽസ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3-4 സപ്ലയേഴ്സിനെ വിളിച്ച് ഈ ഭാഗത്തുള്ള കൊല്ലം ഭാഗത്തുള്ള കുറേ പേരെ വിളിച്ച് അങ്ങനെ 2-3 പേരായിട്ടാണ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത്. ഇപ്പോൾ രാത്രി ഒരു 10 മണിയായപ്പോൾ തന്നെ തുടങ്ങി. പിറ്റേ ദിവസം ഒരു 10-11 മണിയോടുകൂടി തീർത്തു. ഒരു 12 മണിക്കൂറിൻ്റെ ഒരു യജ്ഞമായിരുന്നു. തീർച്ചയായും, അതായത് ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്തുന്ന അമൃതാനന്ദമയി മഠത്തിന്റെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഉദാഹരണം, അവസാനത്തെ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ച ഒരു ഉദാഹരണം അല്ലേ? ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ. മണ്ണിടിച്ചിലുണ്ടായ സമയത്തും ഉരുൾപൊട്ടലുണ്ടായ സമയത്തും ഒക്കെ അവിടെ ഓടിയെത്തി കൈത്താങ്ങാകാൻ അമൃതാനന്ദമയി മഠത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കടലിൽ കാണാതെ ഗൗതം കൃഷ്ണയുടെ തിരച്ചിലിന് വേണ്ടി കൂടി നമ്മൾ പങ്കാളിയാവുകയാണ്. അതെ അതെ, ഈ വിവരം പറഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞാൻ ഉടനെ ആശ്രമത്തിലേക്ക് പോയി. പിന്നെ അമ്മ ദർശനം നടക്കുമായിരുന്നു. അമ്മയോട് പറഞ്ഞു ഇങ്ങനൊരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു ഒന്നും നോക്കണ്ട, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കൂ, അത് അത്യാവശ്യമാണ്, നാടിന് വേണ്ട ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഓടി വന്ന് എല്ലാവരുമായിട്ട് മീറ്റിംഗ് കൂടി. നമ്മുടെ ഭാഗത്തുള്ള എന്തൊക്കെയുണ്ടോ നോക്കി, ട്രക്കുകൾ, ഡ്രൈവേഴ്സ്, ജോലിക്കാരെ, ഇലക്ട്രിക്കൽ ടീം, രാത്രി ലൈറ്റ് ഇടാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഭാഗ്യത്തിന് മഴ ഒഴിഞ്ഞു നിന്നു കുറേ മണിക്കൂറുകൾ. ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോൾ രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പം അമ്മയുടെ ആ ഒരു പെട്ടെന്ന് തന്നെ വേണ്ടതെല്ലാം ചെയ്യാമെന്നുള്ള അമ്മയുടെ നിർദ്ദേശം കൂടി കിട്ടിയപ്പോൾ പിന്നെ എല്ലാവർക്കും അതിനുള്ളൊരു എനർജി കിട്ടി. എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചെയ്തു. ഇവിടുത്തെ നമ്മുടെ പ്രൊജക്ട് ടീമിൽ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ എൻജിനീയേഴ്സും സൂപ്പർവൈസേഴ്സും ഉണ്ടായിരുന്നു.
പിന്നെ ബ്രഹ്മചാരികൾ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇറങ്ങി, അങ്ങനെ എല്ലാവരും കൂടി കൂട്ടായിട്ട്. സ്വാമി, കാര്യം ഇത്തരമൊരു ഘട്ടത്തിൽ ഏത് ഘട്ടമായിക്കോട്ടെ ആ ഘട്ടത്തിലേക്ക് ആവശ്യമായതിൻ്റെ ഒരു വിദഗ്ധ സംഘം നമ്മളുടെ ഈ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഒരു ടീമായിട്ടുണ്ട്. അതുകൂടി നമുക്കതൊരു ഗുണം തന്നെയാണ്. പെട്ടെന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയും, അത്തരത്തിൽ വിദഗ്ധർ ഉള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ മാത്രമല്ല, ഇവിടെ ഹെലിപ്പാഡ് നേരത്തെയും പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പണ്ട് രാംനാഥ് കോവിന്ദ് ഇവിടെയാണ് വന്നത്, പിന്നെ ദ്രൗപദി മുർമു ഇവിടെയാണ് വന്നത്, മോഡിജി കൊല്ലത്താണ് അന്ന് വന്നത്. അങ്ങനെ ഇതിനു മുമ്പും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ലെവലിലുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഡൊമസ്റ്റിക് ഹെലികോപ്റ്റേഴ്സും പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. തീർച്ചയായും അത് തന്നെയാണ് ഈ നാട് നന്ദി പറയുന്ന ഈ ഒരു കാര്യത്തിന് കൂടിയാണ്. കാര്യം ഈ ഒരു ആവശ്യമുണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഇടപഴകാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താൻ അമൃതാനന്ദമയി മഠത്തിന് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഈ പറയുന്ന പോലെ കാണാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ, അത് ഈ ഹെലികോപ്റ്ററിനടുത്തേക്ക് പോയി ഇതിന് ഇന്ധനം നിറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. ഏതായാലും ഇപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏതായാലും ഇനി ഇവിടെ നിന്നും ഇന്ധനം നിറച്ചതിന് ശേഷമായിരിക്കും ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഈ പ്രത്യേക ഹെലികോപ്റ്റർ ഈ തെരച്ചിലിന് വേണ്ടി നീണ്ടകര ഭാഗത്തേക്ക് ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിനുള്ള ഒരു തെരച്ചിൽ എന്ന ലക്ഷ്യത്തിന് വേണ്ടി അതിനുവേണ്ടി ഈ നീണ്ടകര ഭാഗത്തേക്ക് യാത്ര തിരിക്കുക. ഒരുപക്ഷെ ഇത് അഞ്ചുതെങ്ങ് മുതലപ്പുഴി ഭാഗങ്ങളിലെ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഉദ്യമത്തിന് കൂടി ഇതൊരു ഭാഗമാകും. അതിനുശേഷമായിരിക്കും വീണ്ടും ഇത് തിരികെ മടങ്ങി ഇവിടേക്ക് എത്തുക. ഏതായാലും ഇപ്പോൾ ഇതിനാവശ്യമായ ഇന്ധനം നിറയ്ക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, ഇതിനെ എത്രത്തോളം ഇവിടെ നിന്ന് പറഞ്ഞു വരുന്നതിനുള്ള ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഈ തിരച്ചിലിനായി, ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ, അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ഈ ഹെലികോപ്റ്റർ ഇവിടെ നിന്നും തിരിക്കുക.